എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തോടെയാണ് ഇന്നത്തെ ധ്യാനം നമ്മൾ തുടങ്ങാൻ പോകുന്നത്. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. മതി, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മളിതിലെ ചരിത്രം പഠിക്കുമ്പം ഹിന്ദുദേശം മുതൽ കൂശ് വരെ 127 സംസ്ഥാനങ്ങളെ ഭരിക്കുന്ന ഒരു രാജാവാണ് അഹശ്വേരോശ് രാജാവ്. ആ രാജാവിൻ്റെ ഭരണകാലത്ത് സ്തോത്രം കൊട്ടാരത്തിന് വെളിയിൽ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ് മൊർദെഖായി എന്ന മനുഷ്യൻ. രാജാവിൻ്റെ പ്രതാപത്തിലൊരു വിരുന്ന് നടത്തിയപ്പോൾ വിരുന്നിനടയ്ക്ക് വെച്ച് ദൈവത്തിന് സ്തോത്രം ആമേ രാജാവ് പറഞ്ഞു, വസ്തി രാജ്ഞി ഉടുത്തൊരുങ്ങി വിരുന്നിൽ വരണമെന്ന് പറഞ്ഞു. ഗ്ലോറി. ഞാനൊരു കാര്യം പറഞ്ഞ ചെയ്ത് ഇതിലോട്ട് വരിക. രാജ്ഞി പറഞ്ഞു, ഇപ്പം എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞു. രാജാവിൻ്റെ കൂടിരുന്ന നേതാക്കന്മാർ ചോദിച്ച്, രാജാവ് കൽപ്പിച്ചിട്ട് വരാത്ത രാജ്ഞിയുണ്ടോ എന്ന് ചോദിച്ചപ്പം രാജാവ് വസ്തിയെ പുറത്താക്കി. ഈ സമയം മൊർദെഖായിക്ക് അവിടെ റിലേഷനിൽപ്പെട്ട ഒരാൾ അമ്മയുണ്ട്. അവിടെ പേര് എസ്തേർ എന്ന. അവിടെ അപ്പനും മരിച്ചു, അമ്മയും മരിച്ചു, അനാഥയായിരിക്കുക. ഞാനിവിടെ നിന്നുകൊണ്ട് ദൂത് പറയുമ്പോൾ ഒരു ദൂത് പറയാം. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി കണ്ടുപിടിക്കാൻ കുറേ സമയം വേണ്ടി വരും. എന്തുകൊണ്ട് എനിക്ക് ഇത് സംഭവിച്ചില്ല? എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടന്നില്ല? എന്തുകൊണ്ട് എൻ്റെ വീട് പണി നടന്നില്ല? എന്തുകൊണ്ട് എൻ്റെ കടം മാറിയില്ല? ചില ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാൻ അല്പം സമയമെടുക്കും. ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് മറുപടി കിട്ടും. എസ്തേർ മനസ്സിൽ ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ പറയാം. എൻ്റെ അപ്പൻ മരിച്ചു, എൻ്റെ അമ്മ മരിച്ചു, ഞാൻ ചിറ്റപ്പൻ്റെ വീട്ടിൽ പാർക്കുക. കർത്താവേ, എന്തിനാ എന്നെ ഇങ്ങനെ ജനിപ്പിച്ചേ? മേളിരുന്ന് ദൈവം ഉത്തരം പറയുക, നിന്നെ അനാഥയാക്കിയതിൻ്റെ മർമ്മം ഇപ്പം നിനക്കറിയത്തില്ല. അല്പം കഴിയുമ്പോൾ ആ മർമ്മം വെളിപ്പെട്ടു വരും. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രവചിക്കുക, ആരുടെയും വീട്ടിൽ നടക്കാത്ത ചില സംഭവം നിന്റെ വീട്ടിൽ നടക്കുന്നെങ്കിൽ, എത്ര പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ലെങ്കിൽ ഒരു കാര്യം ഇന്ന് ഓർത്തോണം. നിനക്കറിയാത്തൊരു കാര്യം തമ്പുരാൻ കുറിച്ചിട്ടിട്ടുണ്ട്.